അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ലോകം അടക്കി ഭരിച്ച ഒരു ഭരണകർത്താവും അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനുമാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബൈബിളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സോളമൻ എന്നാണ്. സുലൈമാൻ നബിക്ക് അല്ലാഹു തആല ഒരുപാട് സവിശേഷതകളും അനുഗ്രഹങ്ങളും നൽകുകയുണ്ടായി. ഒന്നാമതായി പക്ഷിപ്പറവകളുടെ സംസാര ഭാഷ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാമതായി അദ്ദേഹത്തിന് കാറ്റുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. മൂന്നാമതായി മുങ്ങൽ വിദഗ്ധരും നിർമ്മാണ വിദഗ്ധരുമായ പിശാചുക്കളെയും ജിന്നുകളെയും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിക്ക് സേവകന്മാരായി ഒരുപാട് ജിന്നുകൾ ഉണ്ടായിരുന്നു. സുലൈമാൻ നബിയുടെ പിതാവാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിതാവും മകനും പ്രവാചകന്മാരായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി പടയങ്കി നിർമ്മിച്ചത് സുലൈമാൻ നബിയുടെ പിതാവായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും അത്ഭുതമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവും വലിയ അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ മരണം സ്വന്തം സേവകന്മാരായ ജിന്നുകൾ പോലും അറിഞ്ഞിരുന്നില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ആ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് സൂറത്തു സബയിലെ 14-ാമത്തെ വചനത്തിൽ കൂടി പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَلَمَّا قَضَيْنَا عَلَيْهِ الْمَوْتَ مَا دَلَّهُمْ عَلَى مَوْتِهِ إِلَّا دَابَّةُ الْأَرْضِ تَأْكُلُ مِنْ سَأَتَهُ فَلَمَّا خَرَّ تَبَيَّنَتِ الْجِنُّ أَنْ لَوْ كَانُوا يَعْلَمُونَ الْغَيْبَ ما لبثوا في العذاب المهين. അല്ലാഹു തആല പറയുന്നു, നാം അദ്ദേഹത്തിന്റെ മേൽ, അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി അവർക്ക്, അതായത് ജിന്നുകൾക്ക് അറിവ് നൽകിയത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ട വിവരം ജിന്നുകൾ പോലും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഊന്നുവടി ചിതലുകൾ അരിക്കുന്ന സമയത്ത് മാത്രമാണ് ജിന്നുകൾക്ക് അദ്ദേഹം മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടത് തന്റെ പരിവാരങ്ങളായ ജിന്നുകൾക്ക് പോലും അറിയാൻ കഴിയാതിരുന്നത്, അതിനെപ്പറ്റി മഹാരഥന്മാരായ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമാക്കി തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ സേവകന്മാർക്ക് പോലും അറിയാൻ കഴിയാതിരുന്നത്? അത് അല്ലാഹു തആല അവ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ്? മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, വകാന ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അസ്സസ ബൈത്തുൽ മുഖദ്ദസ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ബൈത്തുൽ മുഖദ്ദസിന് തറക്കല്ലിട്ടത്, ആദ്യമായി പണി ആരംഭിച്ചത്. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് തന്റെ മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വസിയത്ത് നൽകി ആ ബൈത്തുൽ മുഖദ്ദസിനെ അതിനെ പൂർത്തീകരിക്കുവാനും അതിന്റെ പണി കഴിക്കുവാനും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സേവകന്മാരായ ജിന്നുകളോട് പറഞ്ഞു, നിങ്ങൾ അത് പൂർത്തീകരിക്കുക. ഫലമ്മാ ദനാ വഫാത്തുഹു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്ത് എത്തിയപ്പോൾ, അതടുത്തപ്പോൾ അദ്ദേഹം തന്റെ കുടുംബക്കാരോട് പറഞ്ഞു, ലാ തുഖ്ബിറൂഹും ബിമൗതി ഹത്താ യുതിമ്മു ബിനാ അൽ മസ്ജിദ്. നിങ്ങൾ ഞാൻ മരിച്ച വിവരം ജിന്നുകളോട് പറയരുത്, അവർ ആ ബൈത്തുൽ മുഖദ്ദസ് പൂർത്തീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർ അതിന്റെ പണി പൂർത്തീകരിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ജിന്നുകൾക്ക് ഗൈബ് അറിയാൻ കഴിയും, രഹസ്യമായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു വിശ്വാസത്തെ ജനങ്ങളിൽ നിന്ന് നിർമാർജനം ചെയ്യുവാൻ വേണ്ടി, ഈ ഒരു വിശ്വാസത്തെ ജനങ്ങളിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ അമ്മി അനിൽ ജിന്നി മൗതി ഹത്താ യഅലമൽ ഇൻസു അന്നൽ ജിന്ന ലാ യഅലമൂനൽ ഗൈബ്. അല്ലാഹുവേ, ഞാൻ മരണപ്പെടുന്ന വിവരം ജിന്നുകളെ തൊട്ട് നീ അവ്യക്തമാക്കണമേ.
അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യമാകണം, ജിന്നുകൾക്ക് ഗൈബ് അറിയാൻ കഴിയില്ല, പരോക്ഷമായ കാര്യങ്ങൾ, അതുപോലെ രഹസ്യമായ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടി അള്ളാഹുവേ, എന്റെ മരണവിവരം അവരെ തൊട്ട് നീ മറച്ചു വെക്കണമേ അല്ലാഹ്. ഈ ഒരു ചരിത്രത്തിൽ കൂടി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്: രഹസ്യമായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ആലിമുൽ ഗൈബ്, അവനാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 188-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു തആല നബിതങ്ങളോട് കൽപ്പിക്കുകയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നബിയെ, താങ്കൾ പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനത്തിൽ പെട്ടതല്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യമായ കാര്യം അറിയാവുമായിരുന്നെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കുമായിരുന്നില്ല. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ്. പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഗൈബിനെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റി അപവാദം പ്രചരിച്ചപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച സംഭവം പ്രസിദ്ധമാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൂട്ടുകാരന്റെ പ്രവർത്തനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യവും അൽ കഹഫ് സൂറത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹുവാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ. ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദ. അവൻ അദൃശ്യം അറിയുന്നവനാണ്. എന്നാൽ അവൻ തന്റെ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ല മനിർത്തളാ മിർ റസൂൽ. അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതനുമല്ലാതെ. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ആ ഗൈബിനെ സംബന്ധിച്ചുള്ള അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമ്പോഴാണ് പ്രവാചകന്മാർക്കും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ വളരെ നിഗൂഢതകൾ നിറഞ്ഞ, വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവും. അല്ലാഹു തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൂടുതലായി പഠിക്കുവാനും ആ ചരിത്ര പാഠങ്ങളിൽ കൂടി പാഠം ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ മാർഗത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله عليه وسلم صلى الله على محمد صلى الله